അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിനായുള്ള ഒരുക്കത്തിലാണ് പ്രധാന ടീമുകൾ. 3 വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വിപുലമായ ടൂർണമെന്റാണ് നടക്കുന്നത്. സൗത്ത് അമേരിക്കയിൽ നിന്നുമുള്ള 10 ടീമുകളും കോൺകാഫ് മേഖലയിൽ നിന്നുള്ള 6 ടീമുകളും പങ്കെടുക്കുന്ന ടൂർണമെന്റ് അമേരിക്കയിലാണ് നടക്കുക. ടൂർണമെന്റിൽ കിരീടം നിലനിർത്താനും ലോകകപ്പ് നേടിയ തങ്ങൾ തന്നെയാണ് സൗത്ത് അമേരിക്കയിലെ വമ്പന്മാർ എന്ന് തെളിയിക്കാനും അർജന്റീന ഇറങ്ങുമ്പോൾ ബ്രസീലിന് കിരീടം വീണ്ടെടുക്കൽ അവരുടെ നിലനിൽപ്പിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമാണ്. കോപ്പ അമേരിക്ക കിരീടം ലക്ഷ്യമിട്ട് നല്ല രീതിയിൽ തന്നെ ഒരുങ്ങാനാണ് ബ്രസീൽ ശ്രമിക്കുന്നത്. മാർച്ചിൽ ഇംഗ്ലണ്ടുമായി സൗഹൃദ മത്സരത്തിൽ കളിക്കാൻ ബ്രസീൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അവർ ഒരു മത്സരം കൂടി യൂറോപ്പിൽ കളിച്ചേക്കും. അതിനുശേഷം കോപ്പ അമേരിക്കയ്ക്ക് മുൻപ് അവർ ടൂർണമെന്റിലെ പ്രധാന എതിരാളികളായി വരാൻ സാധ്യതയുള്ള അമേരിക്ക, മെക്സിക്കോ എന്നിവരുമായി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ടൂർണമെന്റിന് മുൻപ് കാർലോ ആൻസലോട്ടി പരിശീലകനായി എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ബ്രസീൽ മികച്ച ടീമുകളുമായി ഏറ്റുമുട്ടി കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അർജന്റീന ഒന്നും ചെയ്തിട്ടില്ല. മാർച്ചിൽ അമേരിക്കയിൽ സൗഹൃദ മത്സരങ്ങൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും എതിരാളികൾ ആരെന്ന് തീരുമാനിച്ചിട്ടില്ല. സ്വാഭാവികമായും കോപ്പ അമേരിക്കയ്ക്ക് മുൻപ് കളിക്കുന്ന മത്സരങ്ങളും തീരുമാനമായിട്ടില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.